ഇടയ്ക്കിടയ്ക്ക് ഉള്ളിൽ നിന്ന് ഇങ്ങനെ തീ കത്തുന്ന പോലെയായിരുന്നു ഓരോ സീൻസ് കാണുമ്പോഴത്തേക്കും. ഭയങ്കര രസമായിട്ടുള്ള മേക്കിങ്ങും. ഷാഹിദ് കബീർ അടിപൊളി. ഇതിനകത്ത് ഓരോ ആക്ടേഴ്സും ഭയങ്കര ഗംഭീരമാക്കിയിട്ടുണ്ട്. ദിലീഷും റോഷനും ഒക്കെ ഗംഭീരമായിട്ടുണ്ട്. പോലീസ് ലൈഫാണ് നമ്മൾ കാണുന്നത്. ഒറിജിനൽ ഭയങ്കര റോ ആയിട്ട് അത് കണ്ടു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ആവും. എഡ്ജ് ഓഫ് ദ സീറ്റ് എന്നൊക്കെ പറയില്ല, അതുപോലെ എഡ്ജ് ഓഫ് ദ സീറ്റ് തന്നെയാണ്. ലാസ്റ്റിലത്തെ അതിൻ്റെ ക്ലൈമാക്സിൻ്റെ ആ ഒരു ക്ലൈമാക്സ് ആയിട്ടുള്ള എൻഡിങ്ങും ഒക്കെ സൂപ്പറായിരുന്നു. എല്ലാവരും കാണുന്നതാണ്. ഉഗ്രം പടം, എല്ലാം അടിപൊളി. ആ സിനിമ മൊത്തത്തിൽ നമുക്ക് തരുന്നൊരു ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫീലിംഗ് ആണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു നല്ല സിനിമ. ഗംഭീരം, അതേക്കുറിച്ചൊന്നും പറയാനില്ലല്ലോ. നല്ല രണ്ട് പെർഫോമൻസ് അവരുടെ ഏറ്റവും നല്ല പെർഫോമൻസ്. ബാക്കി തരുൺ പറയാം. ബാക്കി തരുൺ പറയാം. ഇല്ല, ഞാൻ പറഞ്ഞോളൂ, എനിക്ക് ഷാനിയുടെ പടങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഞാൻ പലപ്പോഴും എൻ്റെ പല പടങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു റെഫറൻസ് ഒക്കെ എടുക്കുന്ന എപ്പോഴും ഷാനിയുടെ പടങ്ങളാണ്. അതുകൊണ്ട് എനിക്കിത് മിസ്സാക്കണമെന്ന് തോന്നി. ഭയങ്കര റിയലായിട്ടുള്ള ഷാനി സ്ഥിരമായിട്ട് പറയുന്ന പോലെ കൃത്യമായി ഒന്നിനും വേണ്ടി കോംപ്രമൈസ് ചെയ്യാണ്ട് കൃത്യമായ രാഷ്ട്രീയം പറയുന്ന ഷാനി അത് തന്നെയാണ്. പോലീസുകാരിൽ നിന്ന് ഇങ്ങനൊരു ലൈഫ് പറയുന്ന ഒരു സിനിമാക്കാരനുണ്ടായാലും ഞാൻ ഭയങ്കര അഭിമാനിക്കുന്നു. എല്ലാവരും കാണുക, ഒരു നല്ല അനുഭവം തന്നെയായിരിക്കും. നല്ലൊരു സിനിമ. കാരണം ഇന്ന് നമ്മൾ പോലീസുകാരെ പലപ്പോഴും കുറ്റം പറയാൻ വളരെ എളുപ്പമാണ്. അത് ഏതൊരു യൂണിഫോമിലുള്ള ഫോഴ്സാണെങ്കിലും ശരി. അവിടെ നമ്മൾ കാണുന്ന ഈ ഒരു വളരെ ചുരുക്കം ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന ആളുകൾക്ക് വരുന്ന അവർ ഇന്ന് ജീവിതത്തിൽ ഫേസ് ചെയ്യുന്ന പല മാനസിക സംഘർഷങ്ങൾ. അപ്പോൾ അതിനകത്ത് നല്ലൊരു സബ് ഇൻസ്പെക്ടറായിട്ട് വളരെ മെച്ചോർഡായി പോലീസിങ് എന്താണെന്നുള്ള നല്ലപോലെ വിവരമുള്ളൊരു പോലീസ് സബ് ഇൻസ്പെക്ടറായിട്ട് ദിലീഷ് പോത്തൻ എക്സൽ, വണ്ടർഫുൾ ആക്ടിങ്. ഞാൻ ആദ്യമായിട്ടാണ് ദിലീഷ് ഇത്രയും വളരെയധികം മനസ്സിനെ ടച്ച് ചെയ്യുന്ന ഒരു ക്യാരക്ടർ കണ്ടിട്ട്. അതേപോലെ തന്നെ റോഷൻ, ആ ഒരു സാധാരണക്കാരനായിട്ടുള്ള അധികം സർവീസ് ഇല്ലാത്തൊരു പോലീസുകാരുടെ ആ ഒരു മെച്ചോറിറ്റി അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഇന്നസെൻസ് അത് റോഷൻ വണ്ടർഫുള്ളായിട്ട് കാണിച്ചിട്ടുണ്ട്. എവറി വൺ ആക്ടഡ് വെരി വെൽ. അതിനകത്ത് വൃത്തിയായിട്ട പോലീസുകാരന്മാരായിട്ട് കാണിച്ചിട്ടുണ്ട്, നന്നായിട്ട് അഭിനയിപ്പിച്ചിട്ടുണ്ട്. ഇറ്റ് റിയലി ടച്ച് മീ. ഇറ്റ്സ് എ വണ്ടർഫുൾ ഫിലിം. താങ്ക് യു സോ മച്ച്. അത് ഡയറക്ടറിനും കൊടുക്കുന്ന ഈ ക്രെഡിറ്റ് എഴുത്തുകാരനും all the best to the producers and the director and the writer and the complete artist. Thank you. പറയാമോ? നന്നായിരുന്നു. നല്ല നമ്മൾ ഒരുപാട് പോലീസ് സ്റ്റോറികൾ കണ്ടിട്ടുണ്ട്. അതെല്ലാം കുറച്ചുകൂടി ഇൻവെസ്റ്റിഗേറ്റീവ് അല്ലെങ്കിൽ ത്രില്ലർ സ്വഭാവമാണ്. ഇത് വളരെ ഇമോഷണൽ കണ്ടൻറ്റുള്ളൊരു പോലീസ് സ്റ്റോറി ആദ്യമായിട്ട്. പോലീസുകാരുടെ ജീവിതം എന്താണ്, അവർ കടന്നു പോകുന്ന ഇമോഷണൽ ഏരിയകൾ എന്തൊക്കെയാണ് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ത്രില്ലിംഗ് ആക്കുന്നതിൽ കൂടെ നമ്മളെ വല്ലാതെ ഇമോഷണലി ഹേർട്ട് ചെയ്യുന്ന സിനിമയായിരുന്നു. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ദിലീഷും റോഷനും ഓരോരുത്തരും ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മികച്ച സ്ക്രിപ്റ്റാണ്. നല്ല രീതിയിൽ അത് വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. ഗംഭീര സിനിമ. ഷാഹിയുടെ പോലീസ് സ്റ്റോറീസ് എല്ലാം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള നമുക്ക് പരിചിതമല്ലാത്ത പോലീസ് കഥകളാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് അത്ര പരിചിതമല്ലാത്തൊരു ആസ്പെക്റ്റ് പറയുന്ന ഒരു സിനിമയാണ്. ഇപ്പോൾ എന്ത് ആഘോഷം വന്നാലും ഒക്കെ നമ്മളെല്ലാം സെക്യൂർഡായിട്ട് നമ്മുടെ ഫാമിലിയുടെ ഒപ്പം ആഘോഷിക്കുമ്പോൾ എല്ലാ ആഘോഷങ്ങളും നഷ്ടപ്പെട്ട് പല സങ്കീർണതകളിലൂടെ പോണ്ടി വരുന്ന പോലീസുകാരുടെ കഥ പറയുന്ന സിനിമയാണ്. ഷാഹിയുടെ സിനിമകൾ കണ്ടു സത്യം നെഞ്ചുവേലെടുക്കുന്ന അവസ്ഥയാണ്.